നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സെൻട്രൽ മെഷർ ഓഫ് എ സെറ്റ് ഓഫ് ഡാറ്റ ദാറ്റ് ഗീവ്സ് ദ ഹയസ്റ്റ് വാല്യൂ ഈസ്. നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നമ്മൾ കുറച്ച് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കാണ് ഹയസ്റ്റ് വാല്യൂ വരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും ആൻസർ പറയാമോ? അതായത് നമ്മളൊരു ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നു, ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നു, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദ സെൻട്രൽ മെഷർ ഓഫ് എ സെറ്റ് ഓഫ് ഡേറ്റ ദാറ്റ് ഗീവ്സ് ദ ഹയസ്റ്റ് വാല്യൂ ഈസ്. താഴെ പറയുന്ന സെൻട്രൽ മെഷേഴ്സുകളിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് ഏതിനാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ആദ്യം തന്നെ പറയാം, അവര് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആ വാല്യൂസ് നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റിനകത്ത് 0 ഉണ്ടെന്നോ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കണം. അതായത് എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം ഉള്ള ഒരു കേസ് നമുക്ക് ഇവിടെ എടുക്കാം. അപ്പം -1, 0, 1 ഈ ഒരു ഡേറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? ജോമെട്രിക് മീൻ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താണ്, ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ 0 ഉള്ളത് കൊണ്ട് തന്നെ എന്തായി പോകുന്നത്, 0 ആയി പോകും. അല്ലെങ്കിൽ മൈനസ് ഉള്ളത് എന്താണ്, ഒരു ബുദ്ധിമുട്ടാണ്. ഹാർമോണിക് മീനും കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഹാർമോണിക് മീനും കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നെഗറ്റീവ് നമ്പേഴ്സിന് ഇതൊന്നും അല്ലെങ്കിൽ 0 വന്നു കഴിഞ്ഞാൽ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളിപ്പോ 1, 2, 3 പോസിറ്റീവ് നമ്പേഴ്സ്, 4 എനി പോസിറ്റീവ് നമ്പേഴ്സ് നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണത്? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ എന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പൊ നമുക്ക് ആൻസർ ഏത് വരും? അരിത്തമെറ്റിക് മീൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. അത് ഞാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞതാണ്. ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും ഫോർ എനി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. കാരണം ഫോർ എനി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നില്ല, അവിടെ നെഗറ്റീവും 0യും ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. ഓക്കെ, കാര്യം എന്താണ്, ഹാർമോണിക് മീനും ജോമെട്രിക് മീനും ഒക്കെ നെഗറ്റീവും 0യും ഒക്കെ വരുമ്പോൾ എന്തായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഹാർമോണിക് മീനകത്ത് നെഗറ്റീവ് ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. ഹാർമോണിക് മീനകത്ത് എന്താണ്, 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർമോണിക് മീൻ കണ്ടെത്താൻ കഴിയില്ല. നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോമെട്രിക് മീനും കണ്ടെത്താൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മുടെ PSC എക്സാമുകൾക്ക് അങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ നമുക്ക് ഇതേ ഫിഗർ തന്നെ PSC പരീക്ഷയ്ക്ക് അവർക്ക് എന്തായിട്ട് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ടൈപ്പ് ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഈ എഴുതിയേക്കുന്ന ഗ്രാഫിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ കർവ് എന്ന് പറഞ്ഞൊക്കെ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ബെൽ ഷേപ്പ്ഡ് കർവ് അല്ലെങ്കിൽ സിമെട്രിക് കർവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്, സിമെട്രിക് ആണ്, അല്ലെങ്കിൽ ഒരു നോർമൽ കർവ് ആണ് അല്ലെ. നോർമൽ കർവ് അല്ലെങ്കിൽ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇവിടുത്തെ മീനും മീഡിയനും മോഡും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മീൻ എത്രയാണ്, 0. ഇവിടുത്തെ മീഡിയൻ എത്രയാണ്, 0. ഇവിടുത്തെ മോഡ് എത്രയാണ്, അതും 0. അപ്പൊ എന്താണ്, ഒന്നാമത്തെ കാര്യം ശരിയാണ്. രണ്ടാമത്തെ എന്താണ്, മീൻ ഗ്രേറ്റർ ദാൻ മോഡ്, അത് തെറ്റാണ്. അടുത്തത് ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ, അല്ല. എന്താണ്, ഇതിന്റെ സ്ക്യൂനെസ് അല്ലെങ്കിൽ ഇതിന്റെ മെഷർ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. സിമെട്രിക് ആയതുകൊണ്ടാണ് ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്. അപ്പൊ എന്താണ്, ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനുമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടോ, ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. PSC പരീക്ഷയ്ക്ക് ഇപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ ഒന്നിലധികം തിയറികളോ ഒന്നിലധികം റിസൾട്ടുകളോ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആയിട്ടൊക്കെ കയറി വരാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് ഈസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1, 2, 3 എക്സെട്ര അപ് ടു n,
ഈ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടെത്താനുള്ള ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ എണ്ണം അല്ലെങ്കിൽ നമ്പർ ആണ് അല്ലെ. ഇവിടുത്തെ ടോട്ടൽ സം എന്താണ്? ഇവിടെ 1 + 2 + എക്സെട്രാ പ്ലസ് n. അതായത് എന്താണ്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 1 + 2 + എക്സെട്രാ പ്ലസ് n. എന്ത് കിട്ടും? നമുക്കത് n × n+1/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ n × n+1/2 ഡിവൈഡ് ബൈ എല്ലാം കൂടെ എത്ര ആൾക്കാരുണ്ട്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് 1, 2, 3 അപ് ടു n. ഇപ്പൊ എന്ത് ചെയ്യും? ഈ n ഈ n കൂടെ ക്യാൻസൽ ആയി പോയിട്ട് n+1/2 എന്ന് കിട്ടും. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്ത് ഇത് ഡിറൈവ് ചെയ്ത് വെറുതെ പഠിച്ചു വെക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കാണാതെ തന്നെ പഠിച്ചു വെക്കുക. കാരണം നമുക്ക് സമയം കളയാനില്ല. നമ്മളൊരു PSC പരീക്ഷയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ എന്താണ്? നമുക്കുള്ള സമയത്തിനൊക്കെ അതിൻ്റെതായ വിലയുണ്ട്. അപ്പൊ നമുക്ക് കണ്ടന്റ് അറിയാമോ തിയറി അറിയാമോ എന്നുള്ളതല്ല, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് കാണാതെ പഠിച്ചു വെക്കുക. n+1/2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന് പകരം അവർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടെത്താനായിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് എന്താണ്? n-ന്റെ വാല്യൂ 100 വന്നു കഴിഞ്ഞാലുള്ള അരിത്തമെറ്റിക് മീൻ നമുക്കറിയാം എത്രയാണത്? n+1/2. അപ്പൊ എന്താണ്? n എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ എന്താണ്? 100 + 1 ഡിവൈഡഡ് ബൈ 2. അതായത് എന്താണ്? 101 ഡിവൈഡഡ് ബൈ 2. അതായത് എത്ര? നമുക്ക് 50.5 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്താണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 50.5 ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഡേറ്റ 1, 4, 7, 12, 15, 20, 30, 50, 100, etc. Let its arithmetic mean be. ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു u എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മളിവിടെ കുറെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. 1, 4, 7 എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് u ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചേക്കുന്നത് ഈ രണ്ടാമത് എഴുതിയേക്കുന്ന സീരീസിന്റെ സമ്മാണ് നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് 50 - u ആണ്. നമ്മളിപ്പോ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് ചെയ്തു തുടങ്ങാനായിട്ട് പോകും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇത്തരത്തിൽ ഒരു ഡേറ്റാ സെറ്റിന്റെ അരിത്തമെറ്റിക് മീൻ തരുന്നു, അതിനുശേഷം അതിൽ അടുത്ത ഒരു പുതിയൊരു കൺവെർട്ട് ചെയ്ത ഡേറ്റാ സെറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്? നമ്മൾ പഠിച്ച റിസൾട്ട് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഏതൊക്കെയാണെന്ന് നമ്മൾ അരിത്തമെറ്റിക് മീനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചെന്താണ്? ആൾജിബ്രായിക് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദ അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഒബ്സർവേഷൻ ഈസ് 0. അല്ലെങ്കിൽ എന്താണ്? ഒരു ഡേറ്റാ സെറ്റിന്റെ അരിത്തമെറ്റിക് മീൻ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ആ ഡേറ്റാ സെറ്റിൽ നിന്നും ഒരു വാല്യൂവിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ഡേറ്റാ സെറ്റിന്റെ അരിത്തമെറ്റിക് മീൻ എത്രയാവോ എന്നൊക്കെ ഉള്ള റിസൾട്ടുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ റിസൾട്ടുകൾ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിലൂടെ ആദ്യമേ പോവേണ്ടത്. അതായത് നമ്മളൊരു ഡേറ്റാ സെറ്റ് ഉണ്ട്, ആ ഡേറ്റാ സെറ്റിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഇപ്പൊ xi എന്ന് പറയുന്ന ഒരു ഡേറ്റാ സെറ്റിന്റെ അരിത്തമെറ്റിക് മീൻ x ബാർ ആണെങ്കിൽ ആ എല്ലാ ഡേറ്റയും ഞാനൊരു c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു c കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്താണ്? ഇതിനോട് ഏതെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള റിസൾട്ടുകൾ ഓർക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ നോക്കാം. എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്തേക്കുവാണ്? u എന്ന് പറയുന്ന ഒരാളിനെ എന്ത് ചെയ്തേക്കുവാണ്? സബ്ട്രാക്ട് ചെയ്തേക്കുവാണ്. ആ u എന്ന് പറയുന്ന വേറെ ആരുമല്ല, ഈ ഒരു ഡേറ്റാ സെറ്റിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് എന്തെന്ന് പറയുന്നത്? u എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് എന്താണ്? എല്ലാ വാല്യൂസിൽ നിന്നും, അതായത് ഈ ഡേറ്റാ സെറ്റിലുള്ള എല്ലാ വാല്യൂസിൽ നിന്നും എന്താണ്? ഈ അരിത്തമെറ്റിക് മീൻ കുറച്ചിട്ട് നമ്മളിവിടെ സം എടുത്തേക്കുവാണ്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആൾജിബ്രായിക് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദ ഒബ്സർവേഷൻസ് from their arithmetic mean. അല്ലെങ്കിൽ എന്താണ്? x bar from their arithmetic mean is 0. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? നമുക്ക് 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. നമ്മൾ 1, 4, 7, 12, 15 എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിന്റെ മീൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ എത്രയാണ്? u ആണ് നമ്മൾ കിട്ടിയേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ആ ഡേറ്റാ സെറ്റിനെ കൺവെർട്ട് ചെയ്തേക്കുവാണ്. എങ്ങനെയാണ് കൺവെർട്ട് ചെയ്തേക്കുന്നത്? എല്ലാ വാല്യൂസിൽ നിന്നും ഞാൻ എന്താണ്? u എന്ന് പറയുന്ന വാല്യൂസിനെ കുറച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആദ്യത്തെ ഡേറ്റാ സെറ്റ് xi ആയിരുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ മീനാണ് u എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഡേറ്റാ സെറ്റ് എന്താണ്? xi - u. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡേറ്റാ സെറ്റിൽ എന്താണോ വ്യത്യാസം വരുത്തിയേക്കുന്നത്
അതേ മാറ്റം തന്നെ എന്ത് ചെയ്താൽ മതി, ഈ അരിത്തമെറ്റിക് മീനി വരുത്തിയാൽ മതി. അതായത് എന്താണ്, യു അല്ലേ കുറച്ചേക്കുന്നത്. അപ്പൊ ഈ അരിത്തമെറ്റിക് മീൻ ആയിട്ടുള്ള യുവിൽ നിന്നും എന്ത് ചെയ്താൽ മതി, യു അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ ഡി 0 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് മറ്റത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുവാണ്. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത്, വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നമ്മൾ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, ദ അരിത്തമെറ്റിക് മീൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അരിത്തമെറ്റിക് മീനെ എക്സ്ട്രീം വാല്യൂസ് അഫക്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്, സം ഡിസ്ട്രിബ്യൂഷൻസ് ഹാവ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് മോഡ്സ്. അതെന്താണ്, ശരിയാണ്. എന്താണ് മോഡ് എന്ന് പറയുന്നത്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാം, ഒരു യുണീക്ക് മോഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 മോഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രൈ മോഡാൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഒത്തിരി മോഡുകൾ വേണമെങ്കിലും ഉണ്ടാകാം. അപ്പൊ എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയുമാണ്. അപ്പൊ എന്താണ്, ദ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റൈറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഡേറ്റ ടു ഇറ്റ്സ് അരിത്തമെറ്റിക് മീൻ ഈസ്. ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതായത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു അരിത്തമെറ്റിക് മീൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇത് എന്താണെന്ന് അറിയാമോ, ഇത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ CV ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കുള്ള ആൻസർ ഏത് വരും, നമ്മുടെ എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, നമ്മളിപ്പം സാധാരണ ചിലപ്പം കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്നുള്ളൊരു ഫോമും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇത് രണ്ടും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനെയാണ് സത്യത്തിൽ നമ്മൾ റേഷ്യോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടാമത് എഴുതിയതിനെ നമ്മൾ പലപ്പോഴും പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എക്സ്പ്രസ്ഡ് ഇൻ പെർസെന്റേജ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. നമ്മൾ പ്രോബബിലിറ്റി എന്ത് ചെയ്യാറുണ്ട്, ഇപ്പം 0.7 എന്നുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 70% സാധ്യത ഉണ്ടെന്ന് പറയത്തില്ല. ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യത 0.6%, എന്നാൽ 0.6 ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 60% എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താണ്, ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ നമ്മൾ പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ വരേണ്ടത്. എന്താണ്, പക്ഷെ ഇവിടെ ഈ ഒരു വാക്ക്, അതായത് റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ തന്നിട്ട് നമ്മുടെ ഓപ്ഷനിനകത്ത് കൊടുത്തേക്കുന്നത് ചിലപ്പം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരാവുന്നതാണ്. അതായത് രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് പെർസെന്റേജിൽ പറഞ്ഞാലും റേഷ്യോയിൽ പറഞ്ഞാലും ഒരേപോലെ തന്നെയാണ്. ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ഡിസൈൽ ഓഫ് എ ഡേറ്റ ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ ഈസ് ഓൾസോ നോൺ ആസ്. അതായത് ഒരു ഡേറ്റയുടെ ഫിഫ്ത്ത് ഡിസൈൽ എന്താണെന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഒരു ഡേറ്റയെ ഫിഫ്ത്ത് ഡിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡേറ്റ നമ്മൾ എടുക്കുന്നു. ഇതാണ് ഒരു ഡേറ്റ സെറ്റ് എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കട്ട് ചെയ്യുന്നു, D1, D2, D3, D4, D5, D6, D7, D8, D9. ഓക്കെ, അതായത് നമ്മളൊരു ഡേറ്റ സെറ്റിനെ എടുത്തിട്ട് മൊത്തത്തിൽ 10 ഈക്വൽ പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസൈൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡേറ്റ സെറ്റ് എടുത്തിട്ട് അതിനകത്ത് 9 സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 10 ഈക്വൽ പാർട്ട് കിട്ടും. ശരിയല്ലേ? ഞാനൊരു സംഭവം എടുത്ത്, ഒരു റോഡ് എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒറ്റ കട്ട് ചെയ്താൽ എനിക്ക് 2 പാർട്ടുകളായിരിക്കും കിട്ടുന്നത്. ഒരു വലിയ റോഡ് എടുത്ത് 2 കട്ട് ചെയ്താൽ 3 പാർട്ടായിരിക്കും. അതുപോലെ എന്താണ്, 9 സ്ഥലത്ത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 10 ഈക്വൽ പാർട്ടുകൾ കിട്ടും. ഇതിനകത്ത് ഒന്നാമത്തെ ഡിസൈനിന് താഴെ വരുന്നത് 10% ആൾക്കാരാണ്. രണ്ടാമത്തെ ഡിസൈനിന് താഴെ വരുന്നത് 20% ആൾക്കാരാണ്. മൂന്നാമത്തെ ഡിസൈനിന് താഴെ 30%. അങ്ങനെ എന്താണ്, ഈ D5 താഴെ വരുന്നത് എത്രയായിരിക്കും, 50% ആൾക്കാരാണ്. അതായത് ഈ D5 ലെഫ്റ്റ് സൈഡിലേക്കും 50% ആൾക്കാരുണ്ട്,
ഈ D5ന്റെ റൈറ്റിലേക്ക് എത്ര ആൾക്കാരുണ്ട്? 50% ആൾക്കാരുണ്ട്. അതായത് ഈ D5 വെച്ച് ഈ ഡേറ്റയെ 2 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചു ഏത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഒരു ഡേറ്റാ സെറ്റിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? മീഡിയൻ ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ മീഡിയൻ ആണ് നമുക്ക് വരുന്നത്. അതുപോലെ 100 ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ പെർസെന്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് P50 ആയിരിക്കും മീഡിയൻ ഈക്വൽ ആയിട്ട് വരുന്നത്. ഇനി ക്വാർട്ടൈൽസ് ആയിട്ട്, അതായത് 4 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് Q2 അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടൈൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മീഡിയൻ ഈക്വൽ ആയിട്ട് വരുന്നത്. പാർട്ടീഷൻ വാല്യൂസും മീഡിയനും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the wrong statement regarding the properties of variance of the data is. അതായത് നമ്മൾ ഈ താഴെ പറയുന്നതില് വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തിയറി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഈസ് ഡിവൈഡഡ് ബൈ n. ഇതെന്താണ്? നമ്മുടെ സാധാരണ നമ്മുടെ വേരിയൻസിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതും ശരി തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. ശരിയാണ്. നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്. XI എന്ന് പറയുന്ന ഡേറ്റയുടെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഇതിനോടൊപ്പം ഞാൻ ഒരു വാല്യൂ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാലും വേരിയൻസിന് യാതൊരുവിധ ചേഞ്ചും സംഭവിക്കുന്നില്ല. അതായത് ഒരു ഡേറ്റാ സെറ്റിനകത്ത് നമ്മൾ ഒറിജിൻ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാലും വേരിയൻസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇനി വേരിയൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ, ഇത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആണ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ഓപ്ഷൻ ആണ് വരുന്നത്. കാരണം ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ ആണ്. അതായത് വേരിയൻസ് എന്താണ്? സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ XI എന്ന് പറയുന്ന ഒരു ഡേറ്റ സെറ്റ് എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഞാൻ V ഓഫ് XI എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണെങ്കിൽ അത് സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഈ ഡേറ്റാ സെറ്റിനെ C എന്നുള്ള ഒരു വാല്യൂ കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ പുതിയ ഡേറ്റാ സെറ്റ് ഇതിനെ ഞാൻ UI എന്ന് വിളിക്കുന്നു. UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C into XI ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് UI വിച്ച് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് CXI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? C സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് XI. അതായത് വേരിയൻസ് ഓഫ് XI എത്രയാണ്? സിഗ്മ സ്ക്വയർ. അതായത് C സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഏത് വാല്യൂ കൊണ്ടാണോ നമ്മൾ ആ ഡേറ്റാ സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് അതിന്റെ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ചേഞ്ച് ഇൻ സ്കെയിൽ ആരെ അഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ വേരിയൻസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ സ്ക്വയർ ചെയ്ത് മൾട്ടിപ്ലൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. അപ്പം ബാക്കി 3 ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. വേരിയൻസിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെഡ് ടു ബി ലെപ്റ്റോകർട്ടിക് ഈസ്. അതിന്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. β2 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർട്ടോസിസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെപ്റ്റോകർട്ടിക് ആവണം എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്? β2 ലെസ് ദാൻ 3 ആണോ? β2 ഈക്വൽ ടു 3 ആണോ? β2 ഗ്രേറ്റർ ദാൻ 3 ആണോ? β2 നോട്ട് ഈക്വൽ ടു 3 ആണോ? ഗ്രേറ്റർ ദാൻ 3. β2 ഗ്രേറ്റർ ദാൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അറിയുക β2 ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്? മീസോകർട്ടിക് എന്ന് പറയും. മീസോകർട്ടിക് എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ കർവൊക്കെ വരുന്നതാണ് സാധാ പീക്നെസ്. ഇതിനേക്കാൾ താഴ്ന്ന പീക്നെസ് വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാറ്റികർട്ടിക് എന്ന് പറയും. പ്ലാറ്റികർട്ടിക് ആകുമ്പോൾ എന്താണ്? β2 ലെസ് ദാൻ 3 ആണ്. ഇതിനെക്കാട്ടിയും വലിയ പീക്നെസ്സിൽ വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെപ്റ്റോകർട്ടിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ β2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സിമ്പിൾ ആയിട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ്. ഇതിനകത്ത് ഏതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അത് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇതിനകത്ത് എഴുതിയേക്കുന്ന ഓരോ ഓപ്ഷനും ഇതിന് കറക്റ്റ് ആയിട്ട് വരത്തില്ല. അതായത് കറക്റ്റ് ആയിട്ട് വരുമെന്ന് വെച്ചാൽ 2 വരും. ഞാൻ പറഞ്ഞുതരാം. എ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. അതായത്
ഒരു ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ്ലി സ്ക്യൂഡിന്റെ ഫിഗർ ഇതാ ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഓക്കെ, ഇവിടെ ഇത് എന്തായിരിക്കും വരിക? മോഡ്. ഇതിനകത്ത് രണ്ട് ആൻസർ ശരിയായിട്ട് വരും. അതാണ് പ്രശ്നം. മോഡ് ഇവിടെ വരും. ഇവിടെ എന്ത് വരും? മീഡിയൻ. ലാസ്റ്റ് ഇവിടെ എന്ത് വരും? മീൻ. ഇതാണല്ലോ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പീക്ക് വരുന്ന ഇതാണ് മോഡ്. അതുപോലെ ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഇതാണ് മീഡിയൻ. ഏകദേശം ഇതിന്റെ കൂടെ നടുക്ക് വരുന്ന ഇതാണ് മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? മീനാണ് ഏറ്റവും വലുത്, തൊട്ട് താഴെ മീഡിയൻ നിൽക്കും, ഏറ്റവും ചെറുതായിട്ട് മോഡ് നിൽക്കും. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ. ഇത് ശരിയാണ്. ഇറ്റ്സ് മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് മോഡ്. ഇതും ശരിയാണ്. ബാക്കി രണ്ടെണ്ണം എന്താണ്? തെറ്റാണ്. അപ്പൊ എയും ബിയും ശരിയായിട്ട് വരും. സാധാരണ രീതിയിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ശരിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തായാലും ചലഞ്ചിന് പോകും. അടുത്തത്, ഇതിന്റെ ആൻസർ ഇതിനകത്തില്ല. വിത്ത് ഡേറ്റ സ്ക്യൂഡ് ടു ദ റൈറ്റ്, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. മീൻ ഈ സ്മാളർ ദാൻ മീഡിയൻ, അത് തെറ്റാണ്. അടുത്ത മീൻ ഈ സ്മാളർ ദാൻ മീഡിയൻ, അതും തെറ്റാണ്. മീൻ ഈ സ്മാളർ ദാൻ മോഡ്, കാരണം മീനാണ് ഇവിടെ ഏറ്റവും വലുതായിട്ട് വരുന്നത്, അപ്പൊ അത് തെറ്റാണ്. അടുത്ത മീഡിയൻ ഈ സ്മാളർ ദാൻ മോഡ്, അതായത് മീഡിയൻ എന്ന് പറയുന്നത് മോഡിനേക്കാൾ ചെറുതാണ്, അത് എന്താണ്? തെറ്റാണ്. ഇതിന്റെ ആൻസർ ആക്ച്വലി ഇതിലില്ല. അതൊരു തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് ഡിവൈഡ്സ് ഇൻ ടു ഈക്വൽ പാർട്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആരാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷനെ രണ്ട് ഈക്വൽ പാർട്ടുകളാക്കി, അല്ലെങ്കിൽ രണ്ട് ഈക്വൽ ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ്? ലെഫ്റ്റ് സൈഡിലേക്ക് 50%, റൈറ്റ് സൈഡിലേക്ക് 50%, അല്ലെങ്കിൽ മുകളിലേക്ക് 50%, താഴേക്ക് 50% കട്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? മീഡിയൻ ആണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന മെഷർ ഓഫ് ഡിസ്പേർഷനുകളിൽ ഏറ്റവും ഐഡിയൽ ആയിട്ട്, ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഐഡിയൽ മെഷർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് 2 പ്രാവശ്യം തന്നെ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. അടുത്തത്, ഇൻ frequently distribution the mean and median are 21 and 22 respectively, then mode is approximately. ഇത് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, മീനും തന്നിട്ടുണ്ട്, മീഡിയനും തന്നിട്ടുണ്ട്. മീൻ എത്രയാണ്? മീൻ 21, മീഡിയൻ എത്രയാണ്? 22. അങ്ങനെയാണെങ്കിൽ മോഡാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഇവര് തമ്മിലുള്ള എംപിരിക്കൽ റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. എന്താണത്? മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ. മീൻ മൈനസ് മോഡ്, മീൻ. അപ്പൊ നമ്മൾ മോഡാണ് കണ്ടെത്തേണ്ടത് അല്ലെ? മീൻ ഇവിടെ എത്രയാണ്? 21 മൈനസ് മോഡിന് പകരം ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ. എത്രയാണ് ഇവിടെ വന്നേക്കുന്നത്? 21 അല്ലെ? മൈനസ് മീഡിയൻ എത്രയാണ്? 22. അപ്പൊ ഇവിടെ എന്ത് വരും? 21 മൈനസ് എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 ടൈംസ് 21 മൈനസ് 22 മൈനസ് 1 വരും. അപ്പൊ 3 ഇൻറ്റു മൈനസ് 1. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു -3. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഈ എക്സ് അങ്ങ് അപ്പുറം പോകുന്നു. അപ്പൊ എന്ത് വരും? നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 3 അങ്ങ് ഇപ്പുറം വരുന്നു. അപ്പൊ എന്താണ്? 21 പ്ലസ് 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 24 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ ഓപ്ഷൻ സി 24 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്.